പലപ്പോഴും ആൾക്കാർ ഒബ്ജക്ടിഫൈ ചെയ്യാറാണ് പെണ്ണുങ്ങളെ. ലൈക്ക് ഒരു പെണ്ണുങ്ങൾ അങ്ങനെ ഭയങ്കര ടാർഗറ്റ് ആയിട്ട് അങ്ങനെ ആണെന്നുള്ള രീതിയിലാണ് കമന്റും അല്ലെങ്കിൽ അങ്ങനെ നോക്കി കാണുന്നു തോന്നിയിട്ടുണ്ടോ? അത് ഇപ്പൊ ഒരു വസ്തുവാണ് പെണ്ണ്, അല്ലെങ്കിൽ എന്തും പറയാൻ പറ്റുന്നതാണ് പെണ്ണുങ്ങൾ, അങ്ങനത്തെ രീതിയിൽ നോക്കി. എല്ലാവരും അല്ല, ചില ആൾക്കാരേ ഉള്ളൂ അങ്ങനെ. പിന്നെ കൂടുതൽ ഫേക്ക് ഐ ഡി എന്നാണ് നമുക്ക് അങ്ങനെ ഇത് വരുന്നത്. അപ്പം ഒരു പെണ്ണിൻ്റെ ഡ്രസ്സിൻ്റെ ഇത് കണ്ടിട്ടല്ല ഒരാളെ വിലയിരുത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലും അവിടെ ഇവിടെയൊക്കെ, അല്ലാതെ ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ട്രൗസറൊക്കെ ഇട്ടുണ്ട് റോഡിൽ കൂടി നടക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ നമ്മളൊരു ഡ്രസ്സിൻ്റെ ഇത് കണ്ടിട്ട് നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റില്ല. ഇപ്പം സാരി ഉടുത്തുണ്ട് മാന്യമായിട്ട് ഡ്രസ്സ് എടുത്ത് അങ്ങനെ നടക്കുന്ന എത്രയോ പേര് മോശക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് അവനവന് ഇഷ്ടമുള്ളത് ഇടാം. പക്ഷെ അത് നമ്മൾ കുറച്ച് വൾഗറായിട്ടാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ മോശം പറയും. അതും കൂടി അത് പറയാനുള്ള അധികാരം അവർക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ലൈക്ക് അങ്ങനെ ഇപ്പം ആൾക്കാർ ചുമ്മാ പറഞ്ഞു, അല്ലെങ്കിൽ അവര് നമ്മൾ ഇപ്പം സ്വാതന്ത്ര്യം നമ്മുടെ ആണെങ്കിൽ പോലും ആൾക്കാരത് ചുമ്മാ ചൂഷണം ചെയ്യുവാണ്. അവർക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയ കാരണം തന്നെ അവർക്ക് പറയാനുള്ളത് തോന്നിയ പോലെ പറയുക എന്ന് തോന്നിയിട്ടുണ്ടോ? അവർക്ക് അധികാരമില്ലെങ്കിൽ പോലും. അത് ഇപ്പൊ താൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനുള്ളത്, നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. മനസ്സിലായോ? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്തായിടണം എന്നുള്ളത്. ഇപ്പം താൻ എൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ, ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് വന്നേക്കണ ഡ്രസ്സ് ഞാൻ ഇച്ചിരി മോഡലായിട്ടാണ് നടക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനായാൽ മാത്രമേ, ഒരാൾ വ്യത്യസ്തനാണെങ്കിൽ അയാൾ തന്നെ തീരുമാനിക്കും. ഇപ്പം എൻ്റെ ഈ കോലം ഇതൊക്കെ കാണാൻ നേരത്ത്, ഞാൻ മെട്രോയിൽ കയറാൻ നേരത്ത് ചില ആൾക്കാർ അന്യഗ്രഹ ജീവനെ കാണുന്ന പോലെ നോക്കണം. ഇത് ഇട്ടുണ്ട് കിടക്കണേ നമുക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും വേണം കേട്ടോ. എന്ന് വെച്ചാൽ കൊച്ചിയുടേതായ ഒരു സ്റ്റൈലുണ്ട്. കൊച്ചിക്കാര ആ ഒരു ലെവലിലാണ്, ഒരു മോഡലായിട്ട് കൊച്ചിക്കാർ കിടക്കും. അതായത് പണിക്ക് പോയില്ലെങ്കിലും വീട്ടിൽ ജീൻസ് ഇടാണ്ടിറങ്ങില്ല കൊച്ചിക്കാർ, അത് വേറെ കളം. മനസ്സിലായോ? അപ്പൊ ചില കാര്യങ്ങളിൽ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ സത്യത്തിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാരും തെറി പറയണ വ്യക്തികളൊക്കെ ഉണ്ടാവില്ല. ഞാൻ അവരെയൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ അമ്പലപ്പറമ്പുകളിൽ ഉത്സവം നടക്കുന്ന നേരത്ത് ഈ ഗാനമേള നടക്കാറില്ലേ, ആ ഗാനമേള ടൈമിന് എങ്ങനെ വന്നിട്ട് എങ്ങനെ മനോഹരമായിട്ട് ഗാനം പാടിയാലും ചില ആൾക്കാർ ഇങ്ങനെ എന്നിട്ട് കൂ എന്നും പറഞ്ഞ് കൂവിക്കൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂവാൻ മാത്രം അറിയാം. മനസ്സിലായ? ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ത് കാണിച്ചാലും ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കും. കൂകട്ടെ, കൂകണ വ്യക്തികളോടൊന്ന് സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കുക, അല്ലെങ്കിൽ 10 ഡയലോഗ് പറയാനാ ഈ പറയുന്ന വ്യക്തികളെ കൊണ്ട് പറ്റത്തില്ല.